സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിൽ പുത്തുഞ്ചിറയിൽ വ്യാപക കൃഷിനാശം. ഓണത്തിന് വെട്ടാൻ പാകത്തിന് കുലച്ച വാഴകളാണ് നശിച്ചതെന്ന് കർഷകർ പറഞ്ഞു. ചാലക്കുടി വിയാർപുരത്ത് യാത്രക്കാർ ഇരിക്കെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയാണ് വീണത്. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. ശക്തമായ കാറ്റിൽ പുത്തുഞ്ചിറയിൽ വ്യാപക കൃഷിനാശം. പുത്തഞ്ചിറ കോവിലകത്തുകുന്നിൽ ഇന്ന് ഉച്ചയ്ക്ക് വീശിയ ശക്തമായ കാറ്റിൽ മാനാത്ത് രാജേന്ദ്രൻ മകൻ സിജിമോന്റെ 120ഓളം വാഴകളും, കളപ്പുരക്കൽ പ്രേമദാസിന്റെ 10ഓളം ജാതിമരങ്ങൾ, 30 വാഴകൾ, വൈപ്പിൻകാട്ടിൽ ഔറംഗസീബിന്റെ 50ഓളം വാഴകൾ എന്നിവയാണ് നശിച്ചത്. ഓണത്തിന് വെട്ടാൻ പാകത്തിന് കുലച്ച വാഴകളാണ് നശിച്ചതെന്ന് കർഷകർ പറഞ്ഞു. ചാലക്കുടി വിയാർപുരത്ത് യാത്രക്കാർ ഇരിക്കെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയാണ് വീണത്. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്. ശക്തമായ മഴയിലും കാറ്റിലും ഒടിഞ്ഞ മരം യാത്രക്കാർ ഇരിക്കുന്ന ഓട്ടോ ടാക്സിക്ക് മുകളിൽ വീഴുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന വിയാർപുരം സ്വദേശികളായ ദമ്പതികളെ വീടിന് മുൻപിൽ ഇറക്കാനായി ഗേറ്റിന് സമീപം വണ്ടി നിർത്തിയ ഉടനെയാണ് മരം ഇലക്ട്രിക് ലൈൻ അടക്കം ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണത്. ഓട്ടോയ്ക്ക് മുകളിലും ഗേറ്റിലും വീടിന്റെ സൺഷെയ്ഡിലും മരം തങ്ങി നിന്നതുമൂലം ഗേറ്റ് തുറക്കാനോ വണ്ടി നീക്കാനോ കഴിയാതെ ഇവർ പ്രയാസപ്പെട്ടു. ഇലക്ട്രിക് കമ്പികളും മരത്തോടൊപ്പം താഴേക്ക് വന്നിരുന്നുവെങ്കിലും ലൈൻ ഓഫായിരുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ഗേറ്റ് അല്പം തള്ളി തുറന്ന് വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികൾ വീട്ടിലേക്ക് കടന്നത്. ഡ്രൈവർക്കും വാഹനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ പുറത്തിറങ്ങുന്നതിനിടയിൽ ഷോക്കേൽക്കാതിരുന്നതും ഭാഗ്യമായി. വാർഡ് കൗൺസിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് KSEB വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയും നാട്ടുകാർ ചേർന്ന് മരം വെട്ടിമാറ്റുകയും ചെയ്ത ശേഷമാണ് വാഹനം അവിടെ നിന്നും നീക്കാനായത്. ഓട്ടോറിക്ഷയ്ക്ക് നിസ്സാര കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മീഡിയ ടൈം, ചാലക്കുടി. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച രാത്രി കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഇരിഞ്ഞാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ പരേതനായ വേണുവിന്റെ മകൻ ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ മൂർക്കനാട് ഇല്ലിക്കൽ ഡാം പരിസരത്ത് നിന്നാണ് പുഴയിൽ വീണ് കിടന്നിരുന്ന മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രി സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീം എത്തിയാണ് 3 ദിവസമായി തിരച്ചിൽ നടത്തിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8ഓളം പേരാണ് കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. കരുവന്നൂർ പാലത്തിൽ ഉടൻ തന്നെ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് ഹരികൃഷ്ണൻ. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ നളിനിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞനം കപ്പേളക്കടുത്ത് ദേശീയ പാതയിലായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ പോകവെ പിന്നിൽ ഇരുന്നിരുന്ന നളിനിയുടെ സാരി ബൈക്കിന്റെ ചക്രത്തിൽ ചുറ്റിപ്പിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തെറിച്ചു വീണ ഇവർക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു.
ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു വീണു. മാള വട്ടക്കോട്ടപ്പാറയിൽ ബിന്ദുവിൻ്റെ വീടിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ തകർന്നു വീണത്. ബിന്ദുവും കുടുംബവും രാത്രിയിൽ സഹോദരിയുടെ വീട്ടിലാണ് താമസം. സംഭവ സമയത്ത് ബിന്ദുവും മക്കളും സഹോദരിയുടെ വീട്ടിലായിരുന്നതിനാൽ അപകടം ഒഴിവായി. വീടിൻ്റെ കിടപ്പുമുറിയും അടുക്കളയുമാണ് തകർന്നത്. സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന പ്രഭാഷണങ്ങളും നാടകാവതരണവും നടന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന പരിപാടിയിൽ നവോത്ഥാനത്തിൻ്റെ യുക്തിയും വിപര്യവും എന്ന വിഷയത്തിൽ കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ E.D. ഡേവീസും ഇരിക്കപ്പിണ്ടം ഒരു നാടക വിചാരം എന്ന വിഷയത്തിൽ നിരൂപകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയും പ്രഭാഷണം നടത്തി. പ്രമുഖ കവി ഋഷികേശൻ PB അധ്യക്ഷനായി. രമാരാഘവൻ, അനീഷ്, ഹാറൂൺ റഷീദ്, കരീം കെ പുറം, MA സാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര ഭടനുമായ VT ഭട്ടതിരിപ്പാടിൻ്റെ ജീവിതം ആവിഷ്കരിക്കുന്ന കരിവീട്ടി എന്ന ഒറ്റയാൾ നാടകം PD പൗലോസ് അവതരിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ആദരണീയം 2024 സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ B സത്ത് ജലീൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PK ഡേവിസ്, ശോഭന ഗോകുൽനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, 100% വിജയം നേടിയ സ്കൂളുകൾ, കലാ സാംസ്കാരിക രംഗത്ത് മികവ് തെളിയിച്ചവർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TU രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, TM നാസർ, VA അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് VM മുഹിദ്ദീൻ, ES സാബു, PAU സുരേഷ് കുമാർ, PI നിസാർ, മായ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കുഴൂർ NSS കരയോഗം, നേത്ര ഐ-കെയർ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സേതുമോൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു. NSS വൈസ് പ്രസിഡന്റ് സുരേഷ് മേനോൻ അധ്യക്ഷത വഹിച്ചു. അജിത് കുമാർ, സുകുമാര മേനോൻ, ഉഷ നായർ, ആശാ മധു എന്നിവർ പ്രസംഗിച്ചു. 100ഓളം ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. മാള ഹോളി ചൈൽഡ് CEM HSS സ്കൂളിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ 2ാം ഘട്ട പേപ്പർ ബാഗിൻ്റെ ഉപയോഗം ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ റോസ്ലിറ്റ്, ലിജി ജോർജ്, നോബി ജെയ്സൺ, മേഘ ഡേവിസ്, PR നിനു തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സൗഹൃദം വളർത്തുവാനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് സമ്മേളനം നടന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. PC വിശ്വനാഥൻ, TD ഫ്രാൻസിസ്, CT ചാക്കുണ്ണി, MP സണ്ണി, MA മറിയം, PA സീനത്ത്, PG വിജയൻ, MA രാജേന്ദ്രൻ, മറ്റ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വെള്ളൂർ സാംസ്കാരിക സമിതി ആയുർവേദ ആരോഗ്യ ക്ലാസും വയോജനങ്ങൾക്ക് സൗജന്യ ഔഷധ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ആയുർവേദ ഡോക്ടർ ഫെബിൻ ആൻഡോ ക്ലാസ് നയിച്ചു. PS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സജിന സലീമിന് ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. MM നൌഷാദ്, MK ഷിബു എന്നിവർ സംസാരിച്ചു. ആളൂർ ഐനിച്ചിറ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടകര ശാന്തി ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ജിഷ ബാബു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി മാടാന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA ജോൺസൺ, വൈസ് പ്രസിഡന്റ് ഷോളി അരീക്കാട്ട് എന്നിവർ സംസാരിച്ചു. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെയും ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ഏകലവ്യ കലാകായിക സമിതിയുടെ പുതിയ ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫും നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു.
ക്ലബ്ബ് സെക്രട്ടറി TG അജോ, പഞ്ചായത്ത് അംഗം CDCB ഒയാസിസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ക്യാമ്പ് കോർഡിനേറ്റർ സജീവ് കുമാർ, MK ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ ചികിത്സ തേടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിൽ പുത്തുഞ്ചിറയിൽ വ്യാപക കൃഷിനാശം. ഓണത്തിന് വെട്ടാൻ പാകത്തിന് കുലച്ച വാഴകളാണ് നശിച്ചതെന്ന് കർഷകർ പറഞ്ഞു. ചാലക്കുടി വിയാർപുരത്ത് യാത്രക്കാർ ഇരിക്കെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയാണ് വീണത്. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.